ഹലോ, അസ്സലാമലൈക്കും. ഞങ്ങൾ ഇന്നൊരു പായസം ഉണ്ടാക്കാൻ പോകും. ഉരുട്ടി പായസം എന്നാണ് ഇനി പറയുക. നിങ്ങളെന്ത് പായസമാണ് എന്താ എനിക്കറിയില്ല. മധുരക്കറി എന്നും പറയും, ഉരുട്ടി പായസം എന്നും പറയും. അരി അരച്ച് മുടേരി അരച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വെക്കാണ് പായസം. ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പണി ഇതിങ്ങനെ ഉരുട്ടി ഉണ്ടാക്കിയെടുക്കലാണ്. അല്ലാത്ത പായസമൊക്കെ നമുക്ക് വേഗം എളുപ്പത്തിൽ വെക്കാൻ കഴിയില്ല. ഇതിങ്ങനെ ഉരുട്ടി ഉണ്ടാക്കുന്നത്, ഉരുട്ടലാണ് ഏറ്റവും വലിയ പണി. പായസം വെക്കാനൊക്കെ വേഗം കഴിയും. ഞങ്ങളിതാ മധുരക്കറിക്കുള്ള സാധനമൊക്കെ ഉരുട്ടി വെച്ചതാണ്. അരിപ്പൊടി ഉരുട്ടി വെച്ചതാണ്, കടലപ്പരിപ്പൊന്ന് വേവിച്ച് വെച്ചതാണ്, തേങ്ങാപ്പാൽ, ശർക്കര, പിന്നെ ഇത് കുറച്ച് തേങ്ങയും നല്ല ജീരകവും ഏലക്കായും കൂടി അരച്ച് വെച്ചതാണ്. പായസം വെച്ചത് ഇതിലേക്ക് ഇടുകയാണ്. ഇതാ രണ്ടാം പാൽ അടുപ്പത്ത് വെച്ച് തിളച്ചപ്പോൾ ഉരുട്ടി വെച്ച അരി ഉരുട്ട ഇതിലേക്ക് ഇടുകയാണ്. ശർക്കര ഉരുകാൻ വേണ്ടി വെച്ചതാണ്, നമുക്ക് പായസത്തിനേക്കുള്ള ശർക്കര. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ശർക്കര പാനി കിടന്നൊന്ന് വേവട്ടെ. നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിലേക്ക് ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് അടുപ്പത്ത് കിടന്ന് ശർക്കര പാനിയിലൊക്കെ ഒന്ന് വെന്തിട്ട് നമുക്ക് ആദ്യത്തെ പാല് ഒഴിക്കാം. തേങ്ങാപ്പാലാണിത് വെച്ചത്, പശുവും പാൽ വേണമെന്നൊന്നുമില്ല. തേങ്ങാപ്പാൽ, പശുവും പാൽ വയ്ക്കാൻ തോന്നും, പക്ഷേ ഞങ്ങൾ തേങ്ങാപ്പാലപ്പം അത് വെച്ചത്. നമ്മൾ കുറച്ച് തേങ്ങയും നല്ല ജീരകവും ചെറിയുള്ളി ഏലക്കായും കൂടിയും കൂട്ടി അരച്ചതാണ്. ഇതൊന്ന് നല്ലോണം വെന്ത് തിളച്ചിട്ട് ആദ്യത്തെ പാൽ വയ്ക്കും. ഞങ്ങളിതാ ഇനി ആദ്യത്തെ പാല് ഒഴിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പാൽ. ഈ പായസം റെഡി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു വിരുന്നുകാരൻ വന്ന്, വേറെ ആരുമല്ല, ഇവിടുത്തെ ഞങ്ങളുടെ അനിയൻ്റെ മോൻ തന്നെയാണ്. ഇത് അനിയൻ്റെ മോൻ തന്നെ വന്നത്. അപ്പോൾ ഓന് ആദ്യം തന്നെ ഓന് കൊടുക്കട്ടെ.